പിന്നീട് ഞങ്ങൾ പോയത് ബൈസന്റൈൻ മൊസൈക്ക് തറ കാണാനാണ്. 330 AD മുതൽ 1453 AD വരെയുള്ള കാലഘട്ടമാണ് ബൈസന്റൈൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. 6-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഒരു ബൈസന്റൈൻ ദേവാലയം ഉണ്ടായിരുന്നു. അതിലെ മൊസൈക്ക് തറയാണ് ഈ കാണുന്നത്. വിവിധ നിറത്തിലുള്ള മൊസൈക്ക് കല്ലുകൾ കൊണ്ടാണ് ഈ തറ നിർമ്മിച്ചിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പക്ഷിമൃഗാദികൾ, പഴവർഗ്ഗങ്ങൾ, സംസ്കാരം എന്നിവയാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ കാണുന്നത് ഒരു റോളിംഗ് സ്റ്റോൺ ആണ്. 6-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന വീടുകളുടെ വാതിൽ ഇങ്ങനെയുള്ള കൂറ്റൻ കല്ലുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത്. കർത്താവിൻ്റെ കല്ലറയുടെ വാതിലും ഇത്തരത്തിലുള്ള റോളിംഗ് സ്റ്റോണുകൾ ഉപയോഗിച്ചാണ് അടച്ചിരുന്നത്. അകലെയായി മോസസ് സ്പ്രിങ്സ് എന്നറിയപ്പെടുന്ന സ്ഥലവും കാണാം. മോശ വടികൊണ്ട് പാറമേലടിച്ചുണ്ടാക്കിയ ഒരു നീരുറവ അവിടെ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. അടുത്തതായി ഞങ്ങൾ വ്യൂ പോയിന്റിലേക്കാണ് പോയത്. ഇവിടെ നിന്നാണ് മോശ കാനാൻ ദേശം അവസാനമായി കണ്ടതെന്ന് വിശ്വസിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങളും കാനാൻ ദേശത്തിൻ്റെ ഭംഗി ആസ്വദിച്ചു. ജോർദാൻ റിവർ, ജോർദാൻ താഴ്വര, ചെങ്കടൽ, ജെറീക്കോ, വെസ്റ്റ് ബാങ്ക്, ജെറുസലേം എന്നീ സ്ഥലങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് വളരെ വ്യക്തമായി കണ്ടു. തുടർന്നുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ ഈ സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കുന്നുണ്ട്. മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തിനെ ഉയർത്തിയതിനെ അനുസ്മരിപ്പിച്ച് പ്രശസ്ത ഇറ്റാലിയൻ ആർക്കിടെക്ട് ജിവോനിയോ രൂപകൽപ്പന ചെയ്ത പിത്തള സർപ്പത്തിൻ്റെ പിത്തളയിൽ തീർത്തൊരു രൂപവും അവിടെയുണ്ട്. അടുത്തതായി ഞങ്ങളുടെ യാത്ര മലമുകളിലുള്ള പുതിയ കത്തോലിക്ക ദേവാലയത്തിലേക്കാണ്. 2010 ഒക്ടോബർ മാസമാണ് ഈ ദേവാലയം നിർമ്മാണം പൂർത്തിയായത്. ബൈസന്റൈൻ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പള്ളിയുടെ മൊസൈക്കുകൾ ഭദ്രമായി ഈ പള്ളിക്കുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 2000 ആണ്ടിൽ ജോൺ പോൾ മാർപ്പാപ്പ ഇവിടം സന്ദർശിച്ചപ്പോൾ നട്ട ഒലിവ് മരവും ഞങ്ങൾ കണ്ടു. ഇവിടുത്തെ ഞങ്ങളുടെ സന്ദർശനം പൂർത്തിയാക്കി എല്ലാവരും ബസ്സിൽ കയറി. ബിജിലച്ചൻ എല്ലാവർക്കും കുടിവെള്ളത്തിൻ്റെ കുപ്പികൾ നൽകി. ഇസ്രയേൽ ബോർഡർ ലക്ഷ്യമാക്കിയാണ് ഞങ്ങളുടെ അടുത്ത യാത്ര. ഏതാണ്ട് 100 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. ഏകദേശം 2.5 മണിക്കൂർ. സമുദ്രനിരപ്പിന് 710 മീറ്റർ മുകളിൽ നിന്നും സമുദ്രനിരപ്പിന് താഴെ 380 മീറ്ററിലേക്കാണ് ഞങ്ങളുടെ യാത്ര. താഴേക്കിറങ്ങുമ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ഒരു പ്രതീതിയാണ്. എല്ലാവരുടെയും ചെവികൾ അടയുന്നതായി അനുഭവപ്പെട്ടു. റോഡിൻ്റെ 2 വശവും ജോർദാൻ മരുഭൂമിയാണ്. അവിടെയായി ബെദ്വിൻസ് ടെൻറ്റുകളും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ബെഡ്വിൻസ് അഥവാ ബദുക്കൾ യഥാർത്ഥ ജോർദാനികളാണെന്നാണ് പറയപ്പെടുന്നത്. ജോർദാൻ എന്ന രാജ്യത്തിൻ്റെ മൊത്തം ജനസംഖ്യയുടെ 11.1 മില്യൺ അഭയാർത്ഥികളാണ്. പാലസ്തീൻ, സിറിയ, ലെബനോൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് അധികവും. ഈ രാജ്യത്തിൻ്റെ നോർത്ത് ബോർഡറിൽ സിറിയയും, നോർത്ത് ഈസ്റ്റ് ബോർഡറിൽ ഇറാഖും, ഈസ്റ്റ് ആൻഡ് സൗത്ത് ബോർഡർ സൗദി അറേബ്യയും, വെസ്റ്റ് ബോർഡർ ഇസ്രയേലും സ്ഥിതി ചെയ്യുന്നു. ഞങ്ങൾ ജോർദാൻ ബോർഡറിലെത്തി. ഇനി ഈ രാജ്യത്തിന് പുറത്തേക്കാണ് പോകേണ്ടത്. ഇവിടുത്തെ ഇമിഗ്രേഷൻ ഫോർമാലിറ്റീസ് പൂർത്തിയാക്കണം. അതിനുശേഷമാണ് ഞങ്ങൾ ഇസ്രായേലിലേക്ക് പ്രവേശിക്കുക. എല്ലാവരും ലൈനപ്പ് ചെയ്തു. ഇമിഗ്രേഷനിലേക്ക് പാസ്പോർട്ട് കൊടുത്തു. ഈ രാജ്യത്തുനിന്ന് പുറത്തു പോകാനുള്ള എക്സിറ്റ് സീൽ എല്ലാവരുടെയും പാസ്പോർട്ടിൽ അടിച്ചു. അതിനുശേഷം ഇസ്രായേൽ ബോർഡറായ ഷെയ്ഖ് ഹുസൈൻ ബോർഡറിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. അവിടുത്തെ ഫോർമാലിറ്റീസ് പൂർത്തിയാക്കിയതിനു ശേഷം അവിടെ കാത്തുനിന്ന ഇസ്രായേൽ ഗൈഡിനൊപ്പം ഞങ്ങൾ പുതിയ ബസ്സിലേക്ക് പ്രവേശിച്ചു. ഇപ്പോൾ ഞങ്ങൾ ഇസ്രായേൽ രാജ്യത്തിൻ്റെ അകത്താണുള്ളത്. സെക്യൂരിറ്റി റീസൺസ് കാരണമാണ് ഈ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് കാണിക്കാൻ സാധിക്കാത്തത്.